നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. പൂരാടൻ നക്ഷത്രക്കാരുടെ വേഴ മാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പൂരാടൻ നല്ല ഭക്തിയും ദൈവീകമൊക്കെ ഉള്ള ആളാണെങ്കിലും ധനുക്കൂറിലാണ് ഇവർ ജനിച്ചിട്ടുള്ളത്. ധനുസ്സു രാശി എന്ന് പറയുന്നത് അമ്പും വില്ലുമാണ്. അതുകൊണ്ട് എവരും ഒരു യോദ്ധാവിനെ പോലെ നാട്ടിനെയും നാട്ടുകാരെയും ബന്ധുക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും പട്ടാളക്കാരൻ ഒരു ശത്രുവിനെ കണ്ട വെടിവെച്ച് തള്ളിയിട്ട് കളയും, കൊന്നുകളയും. അതാണ് ഈ നാടിൻ്റെ കുഴപ്പം. സ്നേഹിക്കണവരെയും സംരക്ഷിക്കപ്പെടുന്നവർക്കും എല്ലാം ഉണ്ടെങ്കിലും ശത്രുവിനെ വെറുതെ വയ്ക്കുന്ന ആളല്ല. ഈ കൊല്ലം ശത്രുക്കളോട് പക വീട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ദൗത്യമായിട്ട് കണക്കാക്കരുത്. ആര് എന്ത് വേണോ പറഞ്ഞോട്ട്, എനിക്കൊരു വില്ലുമില്ല എന്ന് മനസ്സ് വെച്ച് ജീവിച്ചാലേ പറ്റൂ. കാരണം കഴിഞ്ഞ കാലത്തെ പോലെയല്ല, സർവ്വ വിനകളും നമ്മളെ മണ്ടയിൽ വന്ന് കയറുന്ന സമയമാണ്. വേഴമാറ്റം 2026 6-ാം മാസം 2-ാം തീയതി ഈ പൂരാടം നാളുകാർക്ക് വേഴഗ്രഹം 8-ലാണ് വരുന്നത്. അപ്പോൾ 8-ൽ വേഴം നിൽക്കുന്ന സമയം ഭയങ്കര ദോഷമാണ്. ജ്യോതിഷത്തിൽ 12 രാശി ഉള്ളതിൽ ഏറ്റവും കുഴപ്പം പിടിച്ച രാശിയാണ് 8. അതാണ് ജാതം വാ വിഫലം വി നഷ്ടവികലോ തത്രോ അതികഷ്ടോ അഷ്ടമഹ എന്നാണ്. ജാതം വാ വിഫലോ എന്ന് വെച്ചാൽ ഒരു ഫലവും നമുക്ക് കിട്ടൂല. ജോലി ചെയ്താൽ ശമ്പളം കിട്ടൂല, പ്രമോഷൻ കിട്ടണില്ല, റാങ്ക് ലിസ്റ്റിൽ കിടന്നിട്ട് ജോലി കിട്ടണില്ല, ഒരു ഓട്ടിന് തോറ്റു, ഒരു മാർക്കിന് തോറ്റു, റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടണില്ല, കിട്ടിയ ജോലി വേണ്ടാന്ന് തോന്നിപ്പോവും. കളയരുത്. വിവാഹം നടക്കാൻ തടസ്സം, നടന്ന ബന്ധവും വേണം വേണ്ട എന്ന് തോന്നിപ്പോവും. മക്കളുണ്ടാകാൻ തടസ്സം, ഒരു കൊച്ചിനെ ഉണ്ടാക്കിക്കൊണ്ട് ആശുപത്രി ഇപ്പോൾ അഡ്മിറ്റ് ഇല്ല, വളർച്ചയില്ല, ശരിയാവൂലെന്നൊക്കെ പറയും. അത് നിങ്ങൾ പേടിക്കരുത്. കുഴപ്പമൊന്നും വരാതെ തന്നെ നമുക്ക് പ്രാർത്ഥന കൊണ്ടും മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ സന്തതിക്ക് നാശം, പിള്ളേർ കലവിച്ചു പോകാനും മരിച്ചു കളയാനും ഒക്കെ ഉള്ള താല്പര്യം ഉണ്ടാക്കിക്കളയും. അതുകൊണ്ട് പിള്ളേർ പറയണ കേട്ട് ഈ കൊല്ലം നമുക്ക് പിള്ളേർ പറയണ കേട്ട് ജീവിക്കാം. അവർക്കൊന്നും ചെയ്യാൻ നമ്മളെ പൈസയൊന്നും ഇല്ലെങ്കിൽ അവർ പറയണത് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. എനിക്കൊരു കാറ് വേണമെന്ന് പറഞ്ഞാൽ, ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മളെ പൈസ ഇല്ല, ഉള്ളവർക്ക് ഈ ഉള്ള സൗകര്യമൊക്കെ പോരെ, ഇനി നിനക്ക് വേറെ ബൈക്ക് വേണോ കാറ് വേണോ ഒന്നും ചോദിക്കല്ലോ, വാങ്ങിച്ച് തരാം എന്ന് പറയുകയും ചെയ്യാം. അപ്പം പിള്ളേർക്കെതിരെ വലിയ സന്തോഷം തോന്നും. വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴേ പിള്ളേർക്ക് സ്നേഹം തോന്നി, സന്തോഷം. വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിലും പിള്ളേർ മെയിൻ ചെയ്യില്ല. കാരണം അത് അച്ഛൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതെന്താണ് അതോ ഡിലേ ചെയ്യണം, പൈസയുടെ കുറവുകൊണ്ടായിരിക്കും, പിന്നീടെങ്കിലും വാങ്ങിച്ചു തരും എന്ന് സമാധാനം. ഇതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ അവർക്ക് ജോലി കിട്ടി, പൈസ കിട്ടി, അവർ തന്നെ വാങ്ങിച്ചോളും. നമ്മളിവിടെ കിടന്ന് അടിയുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ വിവാഹം നടക്കാനൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി വന്നാലും അയ്യോ എനിക്ക് പൈസ ഇല്ല, കട ആയതുകൊണ്ട് ഇപ്പോൾ കല്യാണം വേണ്ടെന്നൊക്കെ തോന്നിപ്പോകും. പെണ്ണായിരുന്നാലും ആണുങ്ങളായിരുന്നാലും ഇങ്ങനെയുള്ള ചില നല്ല ഭാഗ്യങ്ങൾ നമ്മളെ മുമ്പ് വന്നാലും നമുക്കത് നിസ്സാരമായിട്ട് തോന്നിപ്പോകും. ഒരു അഡ്മിഷൻ കിട്ടിയാലും സെലക്ഷൻ കിട്ടിയാലും ജോലി കിട്ടിയാലും കളയരുത്. നമുക്കത് വേണ്ട, എനിക്ക് പഠിച്ചാൽ മതി, ജോലി എല്ലാ പ്രശ്നം എന്ന് തോന്നിപ്പോകും. ജോലി ജോയിൻ ചെയ്ത് കുറച്ച് വർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് പഠിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അതേപോലെ നമുക്ക് പലതരത്തിലുള്ള പ്രവൃത്തികളെ കൊണ്ട് നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടിയാൽ പോലും അത് വേണ്ടാന്ന് നമ്മളാണ് ഉപേക്ഷിക്കുന്നത്. കിട്ടാൻ തടസ്സമുണ്ട്, കിട്ടണത് കളയാനും പാടില്ല. ജാതം വാ വിഫലം വി നഷ്ടം. കയ്യിരുന്ന് അത്രയും പോയി കിട്ടാനുള്ളത് കിട്ടിയില്ല, തരാനുള്ള തരിയില്ല, കടവും കൂടാവും. അപ്പം അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഗെയിമുകൾ, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരും ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ, അധികാരികളെല്ലാം സൂക്ഷിക്കണം. കാരണം അവർ ചെയ്യുന്ന ഇടപാടുകളിലൊക്കെ കുരുക്കുകൾ വരാനുള്ള സാധ്യതയും അത് നിമിത്തം നമ്മുടെ ജോലി നഷ്ടപ്പെടാനുള്ള അവസരവും ഉണ്ടായിപ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കാതെ ചെയ്ത കാര്യങ്ങളാണെന്ന് പറയും. അതേപോലെ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ഉദ്യോഗത്തിൽ അവർ ക്രമക്കേട് നടത്തി വേണ്ട തരത്തിൽ ഉദ്യോഗത്തിൽ ചെയ്യേണ്ടുന്നതായ പ്രധാനപ്പെട്ട അധികാരങ്ങൾ ഉപയോഗിച്ച് മറ്റു തരത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരിക്കണമെന്ന ആരോപണങ്ങളുണ്ടാകും. സ്ഥാനങ്ങളൊക്കെ തെറിച്ചു പോകാനും രാജിവെച്ച് പോകാനും ഒക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിച്ചോളണം. അങ്ങനെ ഈ ഐശ്വര്യത്തിന് മംഗളം തത്രോ അതികഷ്ടോ അഷ്ടമം. അതികഷ്ടമാണ് ഈ അഷ്ടമം. നമ്മളെ ജീവിതത്തിൽ ഇത്രയും വലിയ നരകം യാതന നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്ന് തോന്നും. കൂടാതെ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണഭീതിമ്പ. 7-8 നിൽക്കുമ്പോൾ വിത്തക്ഷയം ധനനഷ്ടം. ധനനഷ്ടം എന്ന് പറയുമ്പോൾ തോന പൈസ ഉണ്ടെങ്കിൽ ഇൻകം ടാക്സും വന്ന് പിടിക്കും.
ഒരു പൈസയില്ല കടമാറ്റി നിൽക്കണമെങ്കിൽ ബാങ്കുകാർ ജപ്തിക്കും വരും. ബന്ധുക്കളും നമ്മളെ ഇരിക്കുന്നതൊക്കെ ചാവും മുമ്പേ ഉള്ളത് നമുക്ക് പിടിച്ചു വാങ്ങിച്ചാലേ പറ്റുള്ളൂ തോന്നി അങ്ങനെ പ്രശ്നം വരും. കുടുംബ കോടതി, വനിതാ കമ്മീഷൻ ഇതൊക്കെ വേണ്ടി വരും. അങ്ങനെ നമ്മൾ എന്തൊന്നും തെറിക്കാൻ താല്പര്യമില്ലെങ്കിലും നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് മറ്റുള്ളവർ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന സമയമാണ് വീട്ടിലുള്ള ഭാര്യ ഉപേക്ഷിക്കാനും ഭർത്താവ് ഉപേക്ഷിക്കാനൊക്കെ തോന്നി. അതുകൊണ്ട് അവരുടെ ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് നമ്മൾ തോന്നി അവർ പറയണത് കേട്ട് അവരുടെ ഇഷ്ടത്തിന് താല്പര്യത്തിന് വഴങ്ങി ജീവിച്ചില്ലെങ്കിൽ നമ്മളെ ജീവിതവും കൂടെ അവർ തകർത്ത് കളയുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മളെ മയത്തിൽ അങ്ങോട്ട് പോകണം. ഈ കൊല്ലം എന്തായിരുന്നാലും ദോഷങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ ക്ഷമയും സ്നേഹവും അഭിനയമൊക്കെ കാണിക്കണം. അഭിനയം എന്ന് വെച്ചാൽ ശത്രുവിനെ കണ്ടാൽ നമ്മൾ സ്നേഹം കാണിച്ചതുപോലെ ഒന്ന് അഭിനയിക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള വാശിയും വിരോധവും ഒക്കെ പകുതിയെങ്കിലും മാറി കിട്ടും. അതാണ് കാര്യം. അസുഖം തന്നെയെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുമ്പോൾ ഇവൻ എൻ്റെ കൂടെ വിരോധമാണെന്ന് തോന്നിയതായിരുന്നു, അവനിപ്പോൾ നമ്മുടെ വലിയ സ്നേഹം വലിയ കാണിക്കണം, എൻ്റെ കൂടെയാണ് ഞാൻ ശത്രുത കാണിക്കുന്നതെന്ന് തോന്നി അവരുടെ ആ വാശിയും അക്രമമൊക്കെ ഒന്ന് മാറി. പിന്നെ വസ്തു തർക്കങ്ങൾ, വഴി തർക്കങ്ങളൊക്കെ കൊണ്ട് പ്രശ്നങ്ങൾ, കോടതി കേസുകൾ, നമ്മളെ വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ പൈസയും തരൂല, വീടും തരൂല, വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും ശ്രമിക്കുന്നവർക്ക് പൈസയും വാങ്ങിച്ചിട്ട് വീടും തരൂല വസ്തുവും തരൂല എന്നൊക്കെ പറയുന്ന ആ സമയം. അതുകൊണ്ട് നിങ്ങളൊരു വീട് വാങ്ങിക്കണമെങ്കിൽ ആദ്യം ബാങ്കിൽ ചെന്ന് ലോണ് കിട്ടുമോ എന്ന് നോക്കണം. എന്നിട്ട് കിട്ടുമെങ്കിൽ ആ പൈസ വാങ്ങിച്ച് അവൻ അഡ്വാൻസും കൊടുത്തിട്ട് ബാക്കി പൈസ നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ഇരിക്കണ ഉരുപ്പടിയും വസ്തുവും പൈസയും ചിട്ടിയും ഒക്കെ പിടിച്ച് അവരെങ്കിലും കൊണ്ട് കൊടുത്ത് വസ്തുവിന് അഡ്വാൻസ് ചെയ്യും. എന്നിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ ലോണ് തന്നില്ലെങ്കിൽ ഈ അഡ്വാൻസ് തുക കഴിഞ്ഞ് തിരിച്ച് കിട്ടിയില്ല, വസ്തു വാങ്ങിക്കാൻ പറ്റിയില്ല, അവൻ വസ്തുവും തരൂല പൈസയും തരാതെയൊക്കെ കുരുക്കുകളിൽ പെട്ടു. ഫ്ലാറ്റ് ബില്ലൊക്കെ വാങ്ങിക്കണവരിതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെ ഫ്ലാറ്റാക്കിയിട്ട് പോകരുത്. അങ്ങനെയുള്ള കുരുക്കളുണ്ട്. അങ്ങനെ രോഗങ്ങളും മരണഭയങ്ങളും കേസ് വഴക്കുകളും ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിലാ ജയിലിലാ കിടക്കാനുള്ള യോഗങ്ങളും നമുക്കും പെട്ടെന്ന് ശത്രുത കൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യുന്നുള്ള ചിന്തകളും ഒക്കെ ഉള്ള സമയം. അതുകൊണ്ട് പൊതുവെ ഈ വേഴയിട്ട് നിൽക്കുമ്പോഴാണ് സ്വയം ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത, പെട്ടെന്നുണ്ടാകുന്ന അസുഖം, സർജറി ഇതൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് മരുന്നും വേണം, മന്ത്രവും വേണം. അതെന്തൊക്കെ വേണം? വേഴയിട്ട് നിന്നാൽ വിഷ്ണുവിനെ ഭജിക്കണം. സുദർശന ഹോമം, ഗണപതി പൂജ, ഭഗവതി പൂജ, ഐശ്വര്യ പൂജ, ഭാഗ്യ സൂക്തജപം, ഐക്യമത്യ സൂക്തജപം ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കണം. വിഷ്ണുവിനെയും കൃഷ്ണനെയും ഭജിക്കണം. കാരണം വിഷ്ണുവിനെ ഭജിച്ച ഒരുപാട് ദോഷങ്ങൾ മാറിക്കിട്ടി. വേഴനെന്ന് പറയുന്ന മഹാവിഷ്ണുവാണ്. അപ്പോൾ അത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹൻ, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, ജനാർദ്ദൻ ഇങ്ങനെ 10 അവതാരമൂർത്തികളുണ്ട്. ഭഗവാനെയൊക്കെ പോയെന്ന് തൊഴുകണം. പൈസ ഇടപാടുകളെല്ലാം വളരെ റെക്കോർഡായിട്ട് ആ രേഖാമൂലം മാത്രം കൈകാര്യം ചെയ്യണം. പിന്നെ നമ്മൾ നിമിത്തമാണ് ആളുകൾ ചത്തേന്ന് കേൾക്കാൻ യോഗമുള്ളതുകൊണ്ട് എല്ലാവരോടും മയമായിട്ട് പെരുമാറും. ആ ദോഷങ്ങളുള്ളതിന് പരിഹാരം ചെയ്യണം. അതിന് മന്ത്ര, നർത്ത, ബലി, പൂജ, ഔഷധ, ദേവത, ഭജനധാതു, പോഷണൈഹി എന്നാണ്. നമ്മൾ സ്വയമായിട്ടിരുന്ന് മന്ത്രങ്ങളും ജപങ്ങളും നടത്തണം. നൃത്തം, അമ്പലത്തിൽ കൊഴുതി ഉത്സവങ്ങൾ, പൂജകളൊക്കെ നടത്തണം. ബലി, പിതൃക്കൾക്ക് വേണ്ടി ഉള്ള പിതൃക്കൾക്ക് വേണ്ടിയുള്ള പിതൃബലി, സർപ്പബലി, ഉത്സവ ബലി, ആറാട്ട് ബലി ഇതൊക്കെ ചെയ്യണം. നരബലി ജ്യോത്സ്യന്മാരും മന്ത്രവാദിമാരും പൂജാരിമാരും പള്ളിയിലച്ചന്മാരും സാധുക്കളും ചെയ്യണതല്ല, അത് രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ്. അതും പേര് ദോഷം, ഈ പറയുന്ന അന്ധവിശ്വാസം, അനാചാരത്തിൻ്റെ പേരിലാണ്. ഒരു ജ്യോത്സ്യനും ഒരു മന്ത്രവാദിയും ഒരു പൂജാരി ഇതുവരേക്കും ഇങ്ങനെ നരബലിയ മൃഗബലിയാന്നും നടത്തിയതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് മന്ത്രവാദവും പൂജയും ജ്യോതിഷവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന കുടുംബത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മളത് ധൈര്യമായിട്ട് പറയണം. വളപ്പന്മാരാരും അങ്ങനെയുള്ള കുറ്റത്തരമൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളും ചെയ്തിട്ടില്ല. ആ ബലി ഔഷധേർ ദേവത ഭജന, ഔഷധവും കഴിക്കണം, ദേവനെയും ഭജിക്കണം, മരുന്നും വേണം, മന്ത്രവും വേണം, ദൈവങ്ങളും. വലിയ സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന സമയമാണ്. അപ്പം അത് നമുക്ക് ഈ സമയത്ത് വെളുക്കാൻ തെച്ചത് വേണ്ടാവണ സമയമാണ്. അതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് പൊതുവേ നല്ലത്. എന്നാലും അത്യാവശ്യം വേണമെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുക. ആശുപത്രിക്കാരുടെ നിർബന്ധം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് വരുമെന്നുള്ളത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ, ഇത് വേഴമാറ്റം കൊണ്ടുള്ളതാണ്, നല്ല സമയമാണെങ്കിൽ നമുക്ക് ദോഷം കുറഞ്ഞിരിക്കും. അത് 2026 10ാം മാസത്തിൽ ഈ വേഴ നിങ്ങൾക്ക് കർക്കിടകത്തിൽ നിന്ന് മാറി ചിങ്ങത്തി 9 വരെ അവിടെ ഇത്തിരി നല്ലതാണ്. കാരണം ഈ 10ാം മാസം മുതൽ നമുക്ക് ജനുവരി വരെയുള്ള ഒരു സമയം 10, 11, 12 വരെ 3 മാസം ഇത്തിരി ഗുണം കിട്ടും.
അപ്പം ആ 3 മാസം നമുക്ക് കുറച്ച് സമാധാനവും സന്തോഷവും, കിട്ടാതെ കിടക്കുന്ന ജോലി, പൈസ, അധികാരം, അഭിവൃദ്ധി, സമ്പത്ത്, പിള്ളേർക്ക് നല്ലത് വരുന്ന സമയമാണ്. അത് കഴിയുമ്പോൾ 2027 ജനുവരി വരെ വേഴൻ കർക്കിടകൻ രാശി 8 തന്നെ നിൽക്കും. അപ്പോൾ 8 വേഴൻ നിൽക്കുന്ന സമയം ഭാഗ്യക്കുറവ്, ഈശ്വരാനുകൂല്യക്കുറവൊക്കെ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പൊതുവേ നമുക്ക് പരിഹാരങ്ങൾ ചെയ്യണം. അപ്പം നമുക്ക് ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുമുണ്ട്. ജാതകത്തിൽ നല്ല ദശാകാലങ്ങൾ, ഭാഗ്യാഭിവൃദ്ധികൾ, പുരോഗതികൾ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ കുഴപ്പങ്ങളൊന്നും വലിയ ജീവിത തകർച്ച ഉണ്ടാക്കില്ല. ജാതകത്തിലും കുഴപ്പമാണെങ്കിൽ നമ്മൾ ജീവിതത്തിലും കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി ഉള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരേണ്ടതായിട്ടുമുണ്ട്. വാട്സപ്പിൽ സെൻഡ് ചെയ്യണം. അല്ലാതെ നമുക്ക് യൂട്യൂബിൽ നമുക്ക് കമൻറ്റിൽ ഇട്ടാൽ പറ്റില്ല. നിങ്ങളൊക്കെ വിളിക്കണമെങ്കിലോ മെസ്സേജ് അയക്കണമെങ്കിലൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം. പിന്നെ കാലഭൈരവനെ അങ്ങ് മുറുക്ക പിടിച്ചോണം. കാലഭൈരവനെ പഠിച്ചാൽ നമുക്ക് ഈ ഗ്രഹപ്പിഴകളൊന്നും ബാധിക്കില്ല. അങ്ങനെ എല്ലാ അമാവാസി തോറും കാലഭൈരവ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജയും, 10 മണിക്ക് മൃത്യുഞ്ജോമം, യമരാജ പൂജ, 4 മണിക്ക് സർപ്പപൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ഇങ്ങനെയുള്ള നെയ്യഭിഷേകം, ഇങ്ങനെയൊക്കെയുള്ള അഭിഷേകാദി വിശേഷ പൂജകളൊക്കെ നടത്തി അത് കണ്ട് ദർശനം നടത്തി നമ്മളെ കൊണ്ട് നിവൃത്തിയുള്ള തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രവർത്തിച്ചാൽ നമുക്കെല്ലാ ഗ്രഹപ്പിഴകളും മാറും. സന്താനങ്ങളുടെ മാത്രം വഴക്കിന് പോകരുത്. കാരണം സന്താനങ്ങൾ കലഹിച്ചും വിരോധിച്ചും പോണത് കൊണ്ട് സന്താന ഗോപാലമൂർത്തി പൂജ, ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജയൊക്കെ ചെയ്യണം. പിള്ളേർക്കും കൂടി നല്ലത് വരാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഗുണനന്മകളും ഉണ്ട്. നിങ്ങൾക്കും കുടുംബത്തിനും ധനത്തിനും സമ്പത്തിനും സന്തതിക്കും നല്ലത് വരട്ടെ എന്ന് നമ്മുടെ പത്മനാഭസ്വാമിയോടും കാലഭൈരവസ്വാമിയോടും ആറ്റുകാലമ്മച്ചിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.